എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, ഒന്നിനെ പിടിച്ചു കെട്ടുമ്പോൾ മറ്റൊന്ന് എന്താണ് കയറും പൊട്ടിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്, എൻ്റെ അമ്മൂമ്മേരെ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ചൊല്ല്. ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ രേണുസുതിയുടെ കോപ്രായങ്ങൾ കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും അതുപോലെ തന്നെ യൂട്യൂബ് ആയാലും എന്ന് വേണ്ട എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ എല്ലാം നമ്മുടെ രേണുസുതി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ രേണുസുതിയുടെ ഡ്യൂപ്പാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റിയും പറിച്ചുകൊണ്ട് ഒരെണ്ണം എവിടെന്നോ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയാണെങ്കിൽ ഇപ്പോൾ രേണുസുതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നെഗറ്റീവിലൂടെ ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കണം, വൈറലാവണം. ഇത്തിരി ഏറിപ്പോയാലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? രേണുസുതിയെ പോലെ തന്നെ അറിയപ്പെടണം. എങ്ങനെയെങ്കിലും ബിഗ് ബോസിനുള്ളിൽ കയറി പറ്റാനായിട്ട് പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം എന്നും പറഞ്ഞാണ് ദേ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിക്ക് കട്ട സപ്പോർട്ടുമായിട്ട് എത്തിയിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മച്ചിമാരെയും അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ജനങ്ങൾ കരടി എന്ന് ആത്മാഭിമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വിളിക്കുന്ന എന്തോ ആട്ടായോ കാട്ടായോ അങ്ങനെ ഏതാണ്ട് പേരുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് കിടന്നങ്ങ് കരയാണ്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും വൈറലാക്കണം, എങ്ങനെയെങ്കിലും ഇന്നിപ്പോൾ രേണുസുതിക്കുള്ള ഇമേജ് ഇവർക്ക് കൂടി എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കണം എന്നുള്ളതിന്റെ യജ്ഞത്തിലാണ് ഈ പ്രിയപ്പെട്ട നമ്മുടെ ആട്ടായം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാട്ടായം ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്ന കേട്ടിട്ട് വരാം. ഹായ്, നമസ്കാരം. അഭിലാഷ് ആട്ടോയാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെയുള്ള റിയാണ്. റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, രേണുസുതിയുടെ ഡൂപ്പാണ്. രേണുസുതിയുടെ ഡൂപ്പായിട്ട് വന്ന ഏക കലാകാരിയാണ് സോഷ്യൽ മീഡിയയിലെ പ്രിയപ്പെട്ട റിയ. റിയ നമസ്കാരമുണ്ട്. കാരണം ഞാൻ ഞെട്ടിപ്പോണ്ട്, കാരണം റിയ ഓരോ കമന്റ്സും കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്ന ഒരു ചൊണക്കുട്ടിയെ പോലെ പ്രതികരിക്കുന്നുണ്ട് അല്ലേ? തന്റേടിയായിട്ടാണ് അത് കാണുന്നുണ്ട്. ഓരോ കമന്റ്സിനും പ്രതികരിക്കുന്ന കാണുന്നുണ്ട്. പിന്നെ ഈ കമന്റ് ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ് വരാറുണ്ട്, ഒരുപാട് വരാറുണ്ട്. രേണുസുതിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് കമന്റ് വരാറുണ്ട് നെഗറ്റീവായിട്ട്. പക്ഷെ എനിക്ക് നെഗറ്റീവ് കമന്റ് വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് നെഗറ്റീവ് കമന്റ് അടിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, അവരെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് നെഗറ്റീവ് വരുന്ന ആൾക്കാരെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്ത് വേണം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അത് അപ്പോൾ നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ പേര് റിയ എന്നോ മറ്റോ ആണ്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മുന്നിൽ തന്നെ നിൽക്കുന്നത് മറ്റാരുമല്ല, ഈ പറയുന്ന പുള്ളിക്കാരനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് വേറൊരു ബ്രാഹ്മണ വൃത്തിക്കാരി എന്ന് പറയുന്നൊരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെ നല്ല രീതിയിൽ വൈറലാക്കാനൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ നോക്കി. പക്ഷേ ഏറെക്കുറെയൊക്കെ അതിൽ സക്സസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സക്സസ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ പുള്ളിക്കാരത്തിയാണെങ്കിൽ വേറെ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവിടെ അവിടെയൊക്കെ പരതി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പെണ്ണും പിള്ളയും ഈ ഒരു പുള്ളിക്കാരനൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റാനുള്ള ഒരു ലേഡിയാണ് അവരെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മുഖച്ഛായ ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ പോലും അവരവിടെ അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ടും വന്നിരിക്കുകയാണ് പുള്ളിക്കാരൻ. മലയാള സിനിമയിലൊക്കെ എന്തൊക്കെയോ ഉണ്ടകൾ ഇവരൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോട്ടെ അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു ജൂനിയർ രേണുസുതി കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുവരൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ തലമുറയിലുള്ള കുറച്ച് കുട്ടികളെങ്കിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ഇത്തിരി നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും നമുക്ക് വൈറലാവണം. ആ കൂട്ടത്തിലുള്ളവരിൽ ഒന്നാണ് ഈ കാണുന്ന ഒന്നും. അപ്പോൾ എന്തായാലും ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി തന്നെ സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, പുള്ളിക്കാരത്തി രേണുസുതിയുടെ ഡ്യൂപ്പാണ്, പലരും പറയുന്നുണ്ട് എന്നൊക്കെ. എന്തുമാത്രം ആത്മാഭിമാനത്തോടു കൂടിയാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി പറയുന്നത് നമ്മുടെ രേണുസുതിയുടെ വലിയൊരു ഫാനാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് നിങ്ങൾ കൂടി ഒന്ന് കേട്ട് നോക്കൂ. രേണുസുതിയെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ലൊരു വ്യക്തിയാണ്. കാരണം സുധിച്ചേട്ടൻ മരിച്ചത് പിന്നെ പുള്ളിക്കാരി ഒരുപാടധികം കഷ്ടപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാര് പുള്ളിക്കാരനെ പറ്റി മോശമായിട്ടൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തുവേണ്ടും പറഞ്ഞോട്ടെ, എന്നാൽ പോലും നമ്മളത് നമുക്ക് എന്താ പറയാ, പുള്ളിക്കാരിനെ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്ന ഒരാൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നല്ലൊരു വ്യക്തിയാണ് പുള്ളിക്കാരി. എനിക്ക് അത്രയും രേണുവിന്റെ വലിയൊരു ഫാനും കൂടിയാണ് ഞാൻ. ഇപ്പൊ ഈ ഡൂപ്പും കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളിക്കാരത്തി രേണുസുതിയുടെ ഫാനാണെന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തിയുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കണം ഒരു പക്ഷേ ഫാനായിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തിയും ഇനി ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ അവശേഷിച്ച് നിൽക്കുകയാണ്. പോയി കഴിഞ്ഞാലും അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മുതുക്ക് സാധനങ്ങൾ വരെ സബ്സ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മുറ്റിയ ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണം ഉണ്ട്. കാരണം പിന്നീട് അവർക്ക് ശരിക്കും അധ്വാനിച്ച് ജീവിക്കാൻ വയ്യ.
അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു വ്യഭിചാരശാലയിൽ നിന്ന് ഞാൻ പറയത്തുള്ളൂ, അവിടെ വന്നിരുന്നാൽ ഓൺലൈനായിട്ട് വ്യഭിചരിച്ച് പണം ഉണ്ടാക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മോശക്കാരാവും. ശരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന തോന്നിയാസങ്ങളെയൊക്കെ അടിച്ചു മടക്കി കാറ്റിൽ ചുരുട്ടി ദൂരെ എറിയേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒന്ന് ഓർക്കുക, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും, നിനക്കൊരിടത്ത് ഒരു മൂലയ്ക്ക് ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, നീ പോയി നിനക്ക് പറ്റാത്തതിന്റെ ഇതാണല്ലോ എന്നൊക്കെ പറയേക്കും. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വന്ന് ബോഡി ഷേമിങ് ചെയ്യേക്കും. അപ്പോൾ ഈ പറയുന്നതും ഈ ബോഡി ഷേമിങ് ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭാരതമാണ്, ഭാരതീയ സംസ്കാരം എന്നുള്ള ഒന്നുണ്ട്. അത് മറന്നു പോകുന്നത് കുറച്ച് കഷ്ടമാണ്. ശരിക്കും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി എന്തിനും ഏതിനും തയ്യാറായിട്ട് വന്ന് നിൽക്കുന്ന മൂദേവികൾക്ക് സംസ്കാരമൊന്നും ഒരു വിഷയമല്ല. ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉണ്ടയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാടുള്ള നാടാണിത്. നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ നമ്മുടെ രാജ്യത്തിലുള്ളവരെ വെല്ലുവിളിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് 2026 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോലെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് എതിരെയായിട്ട് ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇമാതിരി കാടത്തരം കാണിക്കുന്നത് പെണ്ണുങ്ങളുടെ ചാനലാണെങ്കിൽ പോലും അതിനെതിരെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നല്ല നടപടി ഉണ്ടാകും. അതായത് അവരുടെ ചാനൽ നഷ്ടപ്പെടാൻ പോലും ചാൻസ് ഉണ്ട്, നല്ല രീതിയിലുള്ള നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഗവൺമെന്റ് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഇതിനെതിരെയൊക്കെ ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം. കാരണം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന തോന്നിയാസം ഇനി അധികം വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൈവിട്ട കളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആണെങ്കിൽ വീട്ടിലിരിക്കുന്ന നല്ല പ്രായമുള്ള അമ്മച്ചിമാർ പോലും സബ്സ്ക്രിപ്ഷനിലേക്ക് ഓടിക്കൊണ്ട് വരികയാണ്. ശരിക്കും എന്ത് പോക്കൃതരം വേണമെങ്കിലും അവിടെ വന്നിരുന്ന് കാണിച്ചു കൂട്ടും. അതുപോലെ തന്നെ കൊച്ചു പിള്ളേർ പോലും എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, എന്തിനാണ് ഡിഗ്രി എടുക്കുന്നത്? നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് റീൽസ് ഒക്കെ ആയിട്ട് സെറ്റായി കഴിയുമ്പോൾ പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടുമല്ലോ. പിന്നീട് നമുക്ക് ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ചുകൂടെ എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ചിന്താഗതിയിലൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ ഏത് രീതിയിലായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും നമ്മുടെ ഇങ്ങനെ കാണിക്കുന്ന ആളുകൾക്ക് ഇല്ലെങ്കിലും ഇത് കാണുന്നവർക്കെങ്കിലും കുറച്ചെങ്കിലും വേണം. കാരണം ഇന്ന് നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നത് നാളെ നിങ്ങളുടെ മക്കള് ഇറങ്ങി ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിന്റെ വേദന ഉണ്ടാവുന്നത്. പിന്നെ ഒരു പരിധിവരെ വേദനയൊന്നും ആർക്കും ഉണ്ടാവില്ല. കാരണം മക്കള് പോക്കൃത്തരം കാണിച്ചു കഴിഞ്ഞാലും പണം നമുക്ക് കൂടിയാണല്ലോ കിട്ടുന്നത്. വിയർക്കാതെ ചവയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് നമ്മുടെ രേണുസുധിയുടെ ഡ്യൂപ്പിന്റെ കാര്യമാണ്. ഡ്യൂപ്പ് ഇതുവരെയും സബ്സ്ക്രിപ്ഷനിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ രേണുസുധിയെ അനുകരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്ന മറ്റൊരു സംഭവം ഉണ്ട്. അതായത് രേണുസുധിയെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി നല്ല രീതിയിൽ മറുപടി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതിന് സപ്പോർട്ടുമായിട്ട് നമ്മുടെ കുട്ടായോ അയാളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വിഷയത്തെ കുറിച്ചിട്ട് ഇവർ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടിട്ട് വരാം. ഒരു പെണ്ണെന്ന് പറയുന്നവർക്ക് തന്റെ ഇടമാണ് വേണ്ടത്. അല്ല പെണ്ണ് എവിടെയും പേടിച്ച് നിൽക്കേണ്ടവളല്ല പെണ്ണെന്ന് പറഞ്ഞാൽ അവള് പക്ക ബോൾഡ് ആയിരിക്കണം. തെറി പറയേണ്ട അടുത്ത് 10 പറയണതാണ് പെണ്ണെന്ന് പറഞ്ഞ പെണ്ണ്. അല്ലാതെ പെണ്ണുങ്ങൾക്ക് മാത്രം തെറി പറയാൻ പാടില്ല, പെണ്ണുങ്ങൾ തെറി പറയുന്നതല്ല മോശമാണ്, അങ്ങനെ ഒന്നും ഇല്ല. നമ്മളെ തെറി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അതേ രീതിയിൽ അങ്ങോട്ട് 10 പറഞ്ഞു നോക്കണമെന്നാ ഞാൻ പറയണത്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, തെറി വിളിക്കുന്നവരെ പച്ചത്തെറി കുട്ടി വിളിച്ചിരിക്കണം. തെറി വിളിക്കുന്നവരെ, അല്ലാത്തവരോടില്ല, തെറി വിളിക്കുന്നവരെ നിങ്ങൾ ഇനി സൂക്ഷിച്ച് തെറി വിളിച്ചോണം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇപ്പൊ പെമ്പിള്ളാരെ തെറി പറയുന്നവര് വകുപ്പ് വേറെ. ഇപ്പൊ സ്റ്റേഷനിൽ കിടന്ന് കരിച്ചു പൊതിക്കാം, സാറുമാരിട്ട് കരിക്കും. അപ്പോൾ ഒന്നിനെ കൊണ്ട് തന്നെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുകയാണ്, സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ദേ ഇപ്പൊ പുതിയൊരു അവതാരവും കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ കണ്ട് ജീവിക്കാൻ ഇനിയും മലയാളികളുടെ ജീവിതം ബാക്കി എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എടുത്ത് ദൂരെ കളയട്ടെ. ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പരമാവധി ആളുകളെ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ കാണുമ്പോൾ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തുമ്പിയുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മംഗളകരമായി നടക്കട്ടെ എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും